ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്കിത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്രീം ചീസ്. ഇതിന് പകരമായിട്ട് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഇനി ചെറുതായി അരിഞ്ഞ സവാള, മല്ലിയില, മുട്ട, വേവിച്ച ഉരുളക്കിഴങ്ങ്. ഇത്രയും സാധനമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. മുട്ട ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. സ്മെല്ലില്ലാത്ത പോലത്തെ ഓയിൽ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പെപ്പറും കൂടിയിട്ട് ഒന്നുകൂടി മിക്സാക്കാം. നിങ്ങൾക്കിതിലേക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സാക്കാം. ഇനി നമുക്ക് നമ്മുടെ ചീസ് ക്രീം ഉപയോഗിക്കാം. 3 ക്യൂബാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇടാം. അത് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ക്രീം ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി മിക്സാക്കാം. സ്പൂൺ കൊണ്ട് തന്നെ നന്നായി മിക്സാക്കി എടുക്കണം. നന്നായി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇടാം. ചെറുതായി അരിഞ്ഞതാണ് ഇതൊക്കെ. 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാളയുടെ പകുതി എടുക്കാം. 1 ഉരുളക്കിഴങ്ങ്, വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. അത് ചെറുതായി അരിഞ്ഞത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇത് 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കൊറിയാൻഡർ ലീഫ് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ അത് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിനി കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലാണ് വെക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ഒറിഗാനോൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ച് വെച്ച് 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് 2 മിനിറ്റ് വരെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്നാക്കായിട്ടും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.